we love you, Narada. To your words. ഈ ലോകത്തിലുള്ള എല്ലാ ആർക്കും എൻ്റെ പ്രണാമം. ഹാപ്പി മദേഴ്സ് ഡേ. Distinguished dignitaries, respected guests, friends and fellow members of the global Kerala community. Good evening and namaskar. It is both an honor and a privilege to stand before you today at this remarkable gathering, Come On Kerala, the largest Indian event in the GCC, held under the esteemed patronage of His Highness Sheikh Sultan bin Mohammed Al Qasmi and with the invaluable support of the Sharjah Chamber of Commerce. This event is not just a celebration, it's a symbol of unity, of cultural pride, of global friendship, and of the extraordinary journey that the people of Kerala continue to make across continents. Sharjah, a land known for its cultural richness and visionary leadership, has graciously opened its arms to this vibrant celebration of Kerala spirit. I thank His Highness and the Sharjah Chamber of their unwavering support in transforming this vision into a powerful platform for dialogue, opportunity and connection. Kerala has always been a land of stories of ancient trade routes, of seafarers and scholars, of dancers and dramatists, of farmers and entrepreneurs. Today, as we bring that story to the Gulf, we not only celebrate our heritage, but we also explore the future together. Come On Kerala is more than an event. It is a confluence of cultures, a melting pot of ideas, and a launching pad of dreams that stand across borders. It brings together artists and investors, business leaders and students, innovators and visionaries. It is with profound respect and admiration that I acknowledge the remarkable legacy of His Highness Sheikh Sultan bin Mohammed Al Qasmi, ruler of Sharjah, a man whose life is a testament to the enduring power of knowledge, training and enlightened leadership. പ്രിയപ്പെട്ടവരെ, ഒരുപാട് നന്ദി. Thank you for the warm welcome. So it was a wonderful welcome. Thank you so much. So honored and overwhelmed. അതിന് ഈ സ്നേഹാദരത്തിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു തുടങ്ങട്ടെ. കടലോളമുള്ള ഈ സ്നേഹപ്രകടനത്തിന് ഒറ്റ ബാക്കിയുള്ള മറുപടി ഞാൻ പറയാം: തുടരുന്നു. എന്നാണ് ഈ സ്നേഹം തുടരും. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മിയുടെ രക്ഷാകർത്തത്തിലുള്ള ഈ നിലയിൽ മലയാളത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് എനിക്കൊരു അഭിമാനമുണ്ട്. ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം തെളിയിക്കുന്നതാണ് കം ഓൺ കേരള എന്ന GCCയുടെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ബന്ധം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗൾഫ് മാധ്യമവുമായി മുമ്പ് എനിക്ക് സഹകരിക്കാനായിട്ടുണ്ട്. ദുബായിൽ സർക്കാരിനൊപ്പം ചേർന്ന് നടത്തിയ എൻ്റെ സ്വന്തം മലയാളം പരിപാടിയിൽ പ്രിയപ്പെട്ട MT സാർ ഉൾപ്പെടെ 15 വിശിഷ്ട വ്യക്തികൾക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നു. പിന്നീട് മലയാള അക്ഷരങ്ങൾ കോർത്തിണക്കി മാധ്യമവും അമ്മയും ചേർന്ന് നടത്തിയ അക്ഷരവീട് പദ്ധതിയിലും അതിനെല്ലാം ഏറെ ആത്മസംതൃപ്തി നൽകിയതാണ് കൂടി നമുക്കുമായി പറഞ്ഞുകൊള്ളട്ടെ. ബിയോണ്ട് ബോർഡേഴ്സ്, അതിരുകൾക്കപ്പുറം എന്നാണ് ഈ വർഷത്തെ ഈ കൂട്ടായ്മയുടെ പ്രമേയം. കലാകാരൻ എന്ന നിലയിൽ അതിനെ വല്ലാതെ ആകർഷിച്ചൊരു തീരുമാനം, ഒരു ടൈറ്റിലാണ്. ഈ ഭൂമിയിൽ മനുഷ്യരുണ്ടാക്കുന്ന അതിരുകളെ കച്ചവടത്തിലൂടെയും കലയിലൂടെയും
നാം തന്നെ ഭേദിക്കുകയും മറികടക്കുകയും ചെയ്യുന്നതിന് ലോകചരിത്രം തന്നെയാണ് സാക്ഷി. കാലുഷ്യങ്ങൾക്കും കലാപങ്ങൾക്കും അപ്പുറം ശാന്തിയുടെയും ആസ്വാദനത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശങ്ങൾ ലോകങ്ങൾ കൈമാറുന്നത് കലയിലൂടെയും കച്ചവടത്തിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചരിത്രത്തിനപ്പുറം മുതൽക്കേ നമ്മുടെ രാജ്യങ്ങൾ തമ്മിൽ കച്ചവട ഇടനാഴികൾ നിലനിന്നിരുന്നു. നമ്മൾ സംസാരിക്കുന്ന മലയാള ഭാഷയിൽ പോലും അറബി വാക്കുകളുടെ അല്ലെങ്കിൽ പേർഷ്യൻ വാക്കുകളുടെ സ്വാധീനം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. 1001 രാവുകളിലെ കഥകൾ കേട്ടും വായിച്ചു വളർന്ന കൗമാരമായിരുന്നു ഞങ്ങളുടേത്. എന്നാൽ അറബി കഥയിൽ കേട്ടറിഞ്ഞ അറബിയേക്കാൾ മനോഹരമാണ് ഈ നാട് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ മലയാളികളുള്ള രാജ്യവുമാണ് യു എ. അതിനാദ്യം നന്ദി പറയേണ്ടത് യു എയിലെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളെയാണ്. ഒരുപക്ഷെ ഇന്ത്യക്ക് ഏറ്റവും പുറത്ത് ഞാൻ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന രാജ്യമാണ് യു എ. അതെനിക്ക് നേടാനായത് അതിനേക്കപ്പുറം നേടുന്ന കലയുടെ സ്വാധീനം കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സംഗീതത്തിന് ഭാഷയില്ല എന്ന് നാം പറയും. നമ്മുടെ സംഗീതത്തിൽ സൂഫി അറബ് സംഗീതത്തിൻ്റെ സ്വാധീനവും പ്രകടമാണ്. അതുപോലെ തന്നെയാണ് സിനിമ അടക്കമുള്ള കലയുടെ കഴിവും. കലയ്ക്കും കലാകാരന്മാർക്കും മാത്രമാവണം മനുഷ്യനിർമ്മിതമായ എല്ലാ അതിരുകളെയും അപ്രസക്തമാക്കിക്കൊണ്ട് എവിടെയുമുള്ള സാധാരണ മനുഷ്യരുടെ വിചാരങ്ങളെയും ധർമ്മസങ്കടങ്ങളെയും പ്രതിനിധാനം ചെയ്യാനും ആവിഷ്കാരം ചെയ്യാനും സാധിക്കും. അതിരുകൾ മായ്ക്കുന്ന ഈ യാതനം സിനിമ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച വലിയ അംഗീകാരമാണ്. അതിലേറെ ഉത്തരവാദിത്വമാണ്. എന്നും ഈ സ്നേഹ കനലിൽ ഇരിക്കണമെന്നാണ് ആഗ്രഹം. ഈ യാത്രയിൽ മനുഷ്യർ തമ്മിലുള്ള അതിരുകൾ ഇല്ലാതാകട്ടെ എന്നും എവിടെയും നന്മ മാത്രം പരന്നുകൊള്ളട്ടെ. And to the youth, may this event inspire you to dream bigger. To the entrepreneurs, may it open you avenues of growth. To every guest here, may it offer a window into the soul of Kerala, resilient, radiant, and ever welcoming. In the spirit of togetherness and goodness, let us walk forward, hand in hand, forging bonds that last well beyond these 3 days of celebration. ഒരുപാട് നന്ദി. താങ്ക് യു. ശുക്രാൻ. നന്ദി. നമസ്കാരം. നമുക്ക് വെരി ഇൻസൈറ്റ്ഫുൾ വേർഡ്സ് താങ്ക് ഫോർ ഓൾ ദ കൈൻഡ് വേർഡ്സ് അബൌട്ട് UAE as well. നമുക്ക് 1-2 പുരസ്കാര സംഭവങ്ങളും കൂടി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങളെ